തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുന്ദരമായ ഒരു ദിനം ആശംസിക്കുന്നു. ജലാലുദ്ദീൻ റൂമിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട്. അതിലെ 2 വരികൾ ഇങ്ങനെയാണ്: എനിക്കും നിനക്കുമിടയിൽ ഒരേയൊരു തടസ്സം മാത്രം, അത് ഞാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഇന്ന് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഓരോ ദിവസവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ശാസ്ത്രം പറയുന്നു ലോകം വളരുന്നുവെന്ന്. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളുടെ ഓരോരുത്തരുടെയും ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു. ആളുകളെല്ലാം തറവാടുകളിൽ കൂട്ടമായി ജീവിച്ചു. പിന്നീട് ആളുകൾ കൂടുതൽ സ്വാർത്ഥമതികളായി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും വേറെ വേറെ വീടുകളിൽ മാറി താമസിക്കാൻ തുടങ്ങി. വീണ്ടും ആളുകൾ സ്വാർത്ഥരായി കഴിഞ്ഞപ്പോൾ ആളുകൾ മതിലുകൾ കെട്ടാൻ തുടങ്ങി. പിന്നെയും ആളുകൾ സ്വാർത്ഥരായി കഴിഞ്ഞപ്പോൾ വീടിനകത്ത് തന്നെ സെപ്പറേഷൻ ഉണ്ടായി. ആളുകൾ അവരവരുടെ മുറികളിലേക്ക് ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ മുറിക്കകത്ത് ഒരു മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതിനർത്ഥം നമ്മളുടെ ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം വളരുന്നുണ്ട്, ശാസ്ത്രം അവകാശപ്പെടുന്നു നമ്മളുടെ ലോകം വലുതാകുന്നുവെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകം ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന്. അതിനർത്ഥം ദൈവം പോലും കടന്നു വരുന്നത്, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ജീവിതം നമ്മൾ നയിക്കണം. 2 or 3 പേര് ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമാണ് ദൈവം പോലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാനെന്നുള്ള ഭാവങ്ങൾ എടുത്തു മാറ്റി, സ്വാർത്ഥമോഹങ്ങൾ എടുത്തു മാറ്റി, പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള ഒരു കൃപയുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ.